ഇപ്പോൾ രാഹുൽ ഗാന്ധി കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം വലിയ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് ഒരുക്കിയിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി വന്നിറങ്ങിയത്. ഇനി അവിടെ നിന്ന് എടവണ്ണയിലേക്കാണ് പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഒരു റോഡ് ഷോയുണ്ട്. വോട്ടർമാർക്ക് നന്ദി പറയാനാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വയനാട്ടിലേക്കാണ് ഇന്ന് ഉച്ചയോടുകൂടി രാഹുൽ ഗാന്ധി എത്തുക. രമേശ് ചെന്നിത്തലയടക്കം പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വേണു, നിലവിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറഞ്ഞതിന് വേണ്ടി നിലവിൽ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നിലവിൽ ആദ്യ പരിപാടി എടവണ്ണയിലേക്ക് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. നിലവിൽ KC വേണുഗോപാൽ ഒപ്പം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഒപ്പം തന്നെ സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. നിലവിൽ എടവണ്ണയിലെ ആദ്യ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം കരിപ്പൂരിൽ നിന്നും യാത്ര തിരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 11 മണിയോട് കൂടിയായിരിക്കും ആദ്യ പരിപാടി എടവണ്ണയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുക. ഇവിടെ വിപുലമായ സ്വീകരണ പരിപാടികളാണ് രാഹുൽ ഗാന്ധിക്കായി ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം കരിപ്പൂരിൽ നിന്നും നിലവിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഏതായാലും 2 പരിപാടികളാണ് നിലവിൽ രാഹുൽ ഗാന്ധിക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന്, എടവണ്ണയിലെ ആദ്യ സ്വീകരണ പരിപാടി. ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. പിന്നീട് വയനാട് ജില്ലയിലുള്ള കൽപ്പറ്റയിലാണ് രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയുടെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയും രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഒരു പ്രഖ്യാപനം നടത്തിയേക്കുമെന്നുള്ള സൂചനയും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതിലൊരു സ്ഥിരീകരണം ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും കരിപ്പൂർ വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് വലിയ സ്വീകരണം നൽകി. സമാനമായ സ്വീകരണം തന്നെയാണ് മറ്റിടങ്ങളിലും ഒരുക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിരിക്കുന്നത്. 3,64,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ നിന്ന് വിജയിച്ച് കയറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റായ്ബറേലിയിലും അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായി. ഈ ഒരു ഘട്ടത്തിലാണ് വയനാട് ഉപേക്ഷിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയോട് ഈ വയനാട് വിടരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും വയനാട് ഉപേക്ഷിക്കുന്ന കാര്യത്തിലാണ് നമുക്കൊരു നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ആദ്യം എടവണ്ണയിലും പിന്നീട് വയനാട്ടിലും രാഹുൽ ഗാന്ധി സംസാരിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം മണ്ഡലത്തിൽ നിന്നും മടങ്ങുക. ഏതായാലും വലിയ ഭൂരിപക്ഷത്തിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ എത്തുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി വന്നിറങ്ങിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അല്പസമയത്തിനകം എടവണ്ണയിൽ റോഡ് ഷോ, അതിനുശേഷം കൽപ്പറ്റയിലേക്ക് രാഹുൽ ഗാന്ധി പോകും.